ഈ ഡൊമസ്റ്റിക് അബ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ മാരേജ് ആണെങ്കിലും ലിവിങ് റിലേഷൻഷിപ്പിലാണെങ്കിലും ഇൻറ്റിമേറ്റ് പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അബ്യൂസിനെയാണ് ഡൊമസ്റ്റിക് അബ്യൂസ് എന്ന് പറയുന്നത്. 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ ഡൊമസ്റ്റിക് അബ്യൂസിനകത്ത് പറയുന്നത് 4 തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസുകളാണ് പറ്റി പറയുന്നത്. ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ ആവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പർ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം, ഹസ്ബൻഡ് റിലേറ്റീവ് ആവാം, അവർ നമ്മളെ തല്ലുകയും അതുപോലെ ഫിസിക്കൽ ഹാം, ലൈഫ് ത്രെട്ട് ഉണ്ടാക്കുക, നമുക്ക് ശാരീരികമായിട്ട് എന്നും മുറിവുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ അബ്യൂസാണ്. പിന്നെ അതുപോലെ വെർബൽ അബ്യൂസ്. വെർബൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ ദിവസവും നമ്മളെ ചീത്ത വിളിക്കുക. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് മെൻ്റലി നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള വെർബൽ അബ്യൂസുകളുണ്ട്. പിന്നെ ഇത് ഇമോഷണൽ ഉണ്ട്. അവർ ഇമോഷണലി എന്തിനെങ്കിലും അറ്റാച്ച്ഡ് ആണെങ്കിൽ ആ കാര്യങ്ങളെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരെ അബ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈല്. എക്കണോമിക്കലി അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, ഒരു സ്ത്രീയുടേത് അവർക്ക് ഷെയർ കിട്ടിയതാവട്ടെ, അല്ലെങ്കിൽ അവർക്ക് സ്ത്രീധനം കിട്ടിയതാവട്ടെ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആവട്ടെ, അതൊക്കെ എക്കണോമിക്കലി അവരിൽ നിന്ന് ചൂഷണം ചെയ്ത് ഉപയോഗിച്ച് തീർത്ത ശേഷം അവരെ വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള ചൂഷണങ്ങൾ ചെയ്യുന്നതൊക്കെ എക്കണോമിക്കൽ അബ്യൂസിൽ പെടുന്നതാണ്. പിന്നെ വരുന്നൊരു അബ്യൂസ് എന്ന് പറയുന്നത് സെക്ഷൽ അബ്യൂസാണ്. നിർബന്ധിത സെക്സ്, അതായത് ഹസ്ബൻഡും വൈഫും ആവട്ടെ, ഇൻറ്റിമേറ്റ് പാർട്ട്ണർ ആവട്ടെ, നിർബന്ധിച്ചിട്ട് ഒരു സെക്സിന് ഫോഴ്സ് ചെയ്യുക. അപ്പോൾ ഫോഴ്സ്ഡ് സെക്സ് ഒക്കെ സെക്ഷൽ ഹരാസ്മെൻറ്റിലും അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിൽ വരുന്നതാണ്. അപ്പോൾ ഈ 4 തരത്തിലുള്ള അബ്യൂസുകൾ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.